ഞാൻ ചാനൽ നടത്തുന്ന വിവരം പ്രതിപക്ഷ നേതാവിനും അറിയാം, KPC പ്രസിഡന്റിനും അറിയാം. അവരും ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഉള്ള സ്വാതന്ത്ര്യം തന്നു. ആദ്യം NCPയുടെ രീതിയിലാണ് തുടങ്ങിയത്, പാർട്ടി ചാനൽ നിലയ്ക്കാണ് തുടങ്ങിയത്. പക്ഷെ അതിൽ നിന്ന് പോകുന്നതിന് ശേഷം ഒരു സ്വതന്ത്ര ചാനൽ എന്നുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അത് ഇരിക്കുന്നിടത്തോളം കാലം മര്യാദയ്ക്ക് അതിന്റെ ഗുണവും ദോഷവും അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത്. അതിന് കോട്ടം സംഭവിക്കുകയാണെങ്കിൽ ആലങ്കാരിക പദവിയിനോട് എനിക്ക് വിശ്വാസമില്ല. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്ര മുഖമായിരിക്കും. അത് തുടങ്ങിയതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് അത് പരിശോധിക്കാമല്ലോ എങ്ങനെയുണ്ട്. അതിന്റെ പ്രവർത്തനം ഏപ്രിലിൽ തുടങ്ങണമെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ അപ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഓണത്തിന് മുമ്പ് തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അടുത്തതായി ആലങ്കാരിക ഭാഷയിൽ MK മുനീർ. എനിക്ക് മുഴുവൻ ജനങ്ങളോടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളതാണ്, അത് രണ്ടും രണ്ടാണ്. ചെയർമാൻ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനാണ്. അതായത് നിക്ഷേപകരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എഡിറ്റോറിയൽ ബോർഡ് എന്നുള്ളത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോർഡാണ്. അത് എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് എഡിറ്റോറിയൽ ബോർഡിനെ നയിക്കുന്നത്. എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും ചെയർമാൻ അറിഞ്ഞുകൊള്ളണം എന്നില്ല. എഡിറ്റോറിയൽ ബോർഡിൽ എൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ സാധിക്കില്ല. ഒടുവിൽ ഒട്ടും മറയില്ലാതെ PK കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളുടെ ചാനൽ ഉടനെ തന്നെ ഞങ്ങൾ ചാനലുമായിട്ട് രംഗത്ത് വരും. എന്താ പേരിട്ട് ചാനൽ പ്രൊഫഷണലായിട്ട് ടീമൊക്കെ ഞങ്ങൾക്ക് വരും. പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല എല്ലായിടത്തും കിട്ടുന്ന രീതിയിലുള്ള ഒരു എന്താണ് ടെക്നോളജിയുടെ പേര്, ഞങ്ങൾ ആലോചിച്ച ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു ചാനലിന്റെ എല്ലാത്തിനും നമുക്ക് കൺട്രോളോ പങ്കോ വരാം, ന്യൂസിൽ മാത്രം മതി.